السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ശുദ്ധരായ ആളുകളിൽ അല്ലാഹു തആലാക്ക് തെറ്റ് ചെയ്യാതെ എല്ലാം പുറത്ത് ശുദ്ധരായ അടിമകളായി പടച്ചറപ്പിൻ്റെ അടുത്ത് ചെല്ലുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. തവാഫുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ഇമേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, തവാഫ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. കിതാബിലൊക്കെ കാണും ബാബുസലാമിലൂടെയാണ് പ്രവേശിക്കേണ്ടത് എന്നൊക്കെ, പക്ഷേ അതിലൂടെയൊന്നും കയറപ്പോൾ കഴിയില്ല. എനിക്ക് ഗവൺമെൻറ് അനുവദിക്കുന്ന വാതിലൂടെ നമ്മളങ്ങ് കയറും. ആ ഇമേജ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിന് എന്തൊക്കെ ഷർത്തുകളുണ്ടോ ആ ഷർത്തുകളൊക്കെ തവാഫിനുമുണ്ട്. ഒരു നിസ്കാരമെന്ന് കരുതിയാൽ മതി. നിസ്കാരമെന്ന് കരുതിയാൽ മതി. വുളൂ വേണം. 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും വുളൂ വേണം. അപ്പോൾ അതിനിടയ്ക്ക് വുളൂ മുറിഞ്ഞാൽ പുറത്ത് പോയിട്ട് വുളൂ ഉണ്ടാക്കി വരിക എന്നല്ലാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ മൂത്രയിക്കാനോ മറ്റോ ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തവാഫിന് പോകുന്ന ആളുകൾ എന്ത് ചെയ്യുക? തവാഫിന് പോകുന്ന ആളുകൾ ആ ഒരുക്കത്തിലൊക്കെ പോവുക. കുറേ വെള്ളം കുടിച്ച് പോകണ്ട, കാരണം ഒരുപാട് സമയമെടുക്കും. 2-3 മണിക്കൂർ സമയമെടുക്കും. തവാഫും സായിയെല്ലാം കൂടെ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ 4-5 മണിക്കൂറൊക്കെ എടുക്കും. ഇഹ്റാമൊക്കെ ചെയ്ത് വന്ന ആളുകൾ തവാഫ് മുഴുവനാക്കുന്നത് വരെ വുളൂ നിൽക്കൂലേ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ പുറത്ത് ബാത്റൂമുകൾ. അവിടെ നിന്ന് കയറി WC എന്ന് പറയും, അവിടെ നിന്ന് കയറി ഒന്ന് ബാത്റൂമിൽ പോയി വുളൂ ഒന്ന് പുതുക്കി തവാഫ് ആരംഭിക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തവാഫിന് ഇഖ്ലാസ് കിട്ടില്ല. മൂത്രയിക്കാനും ഒക്കെ മുട്ടിയാലേ. ഔറത്ത് മറക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ്. മുട്ടുപൊക്കിളിൻ്റെ ഇടയിലായതുകൊണ്ട് തുണിയെടുത്ത് പരിചയം ഉണ്ടാവില്ല. നിർബന്ധമായിട്ടും ബെൽറ്റോ മറ്റോ ധരിച്ചിട്ട്, പ്രത്യേകിച്ചും പള്ളൊക്കെ കൂടുതലുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യരുത്? ഒരിക്കലും പൊക്കിളിൻ്റെ താഴെ വസ്ത്രം വരാൻ പാടില്ല. തവാഫ് ബാത്തിലായി പോകും. തവാഫന്നെ ബാത്തിലായി പോകും. ആ തവാഫ് മടക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇമാം നബി റഹിമഹുല്ല പറയാണ്, മക്ഷൂഫത്ത് രിജ്ലി ഒമൻ ത്വാഫത്ത് മിനൻ നിസായ മക്ഷൂഫത്ത് രിജ്ലി. കാല് പുറത്ത് കാണിച്ചിട്ട് ഒരു സ്ത്രീ തവാഫ് ചെയ്താൽ ഔ ഷൈഉം മിൻഹ, അല്ലെങ്കിൽ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട്, മുഖവും മുങ്കയ്യും അല്ലാത്തതാണ് സ്ത്രീയുടെ ഔറത്ത് തവാഫ്. അപ്പോൾ മുങ്കയ്യ് ഫുൾ മറച്ചിരിക്കണം. മുങ്കയ്യിൻ്റെ മണിബന്ധം വരെ കൃത്യമായിട്ട് മറച്ചിരിക്കണം. അപ്പോൾ തലയിൽ നിന്ന് ഒരു മുടിയെങ്കിലും പുറത്ത് കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ
ഔ താഫത്ത് കാശിഫത്ത ജുസ്ഇൻ മിൻ റസിഹ, തലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ ലം യസ്വിഹ തവാഫുഹ, തവാഫ് സഹിയാകൂല. ഹത്താലോ ലഹറത്ത് ഷാറത്തും മിൻ ഷാരി റസിഹ, തലയുടെ മുടിയിൽ നിന്ന് ഒരു മുടി, ഇമാം നബി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഇലാഹ് 113 പേജ്, ഒരു മുടി പുറത്ത് വന്നാൽ ലം യസ്വിഹ തവാഫുഹ, അല്ലെങ്കിൽ നഖം പുറത്ത് കണ്ടാൽ തവാഫ് സഹിയാവൂല. ലിഅന്നദാലിക ഔറത്തും മിൻഹ, അത് ഔറത്താണ്. യജിബു സത്രുഹ, തവാഫിൽ മറക്കൽ നിർബന്ധമാണ്. കമാ ഇസ്തറത്ത് ഫി സ്വലാത്തി, നിസ്കാരത്തിൽ ശർത്തായത് പോലെ. നിസ്കാരത്തിൽ ഒരു മുടി പുറത്ത് വന്നാൽ, ഒരൊറ്റ മുടി നെറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പെരടിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു മുടി നിസ്കാരത്തുനിന്ന് പുറത്ത് വന്നാൽ നിസ്കാരം സ്വഹിയല്ലല്ലോ, നിസ്കാരം തന്നെ ബാത്തിലല്ലേ, നിസ്കാരം മുഴുവനും ബാത്തിലല്ലേ എന്നതുപോലെ തവാഫും ബാത്തിലാണ്. വൈദാ തവാഫത്ത് ഹാക്കത, അപ്പം അങ്ങനെ ആരെങ്കിലും തവാഫ് ചെയ്താൽ, വറജഅത്ത്, അങ്ങനെ അവൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നാൽ, ഫഖദ് റജഅത്ത് ബിഗൈരി ഹജ്ജിൻ സ്വഹീഹിൻ ലഹാ വലാ ഉംറ, ശരിയായ ഹജ്ജും ഉംറയും ചെയ്യാതെയാണ് അവൾ തിരിച്ചു വന്നത്. ആൾക്കാർ പറയും ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തെന്നൊക്കെ പറയും, പക്ഷേ ഹജ്ജ് ഉംറ ഇല്ലാതെയാണ് തിരിച്ചു വന്നത്. നബി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. അപ്പോൾ കാലിന് ഉറടണം, പർദ്ദ മാത്രം മതിയാവില്ല, കാലുറോട്ടപ്പെട്ട് വേണം പോകാൻ. പുറത്തേക്ക് തൊലിൻ്റെ നിറം കാണാത്ത കാലിൻ്റെ ഉറയിട്ട് പോവുക. തല മറക്കുമ്പോൾ ശരിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുടി പോലും പുറത്ത് വരാൻ പാടില്ല. ആ വിധത്തിൽ വളരെ വൃത്തിയായിട്ട് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ മക്കന ധരിക്കുക. ഒരു മുടി പോലും പുറത്ത് കണ്ടാൽ ഔ ഷാറത്തിന്, ഒരൊറ്റ മുടി എന്നാണ് പറഞ്ഞത്. കാരണം അവറത്താണ്, നിസ്കാരത്തിൽ സ്വയാവൂലല്ലോ, നിസ്കരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ എന്താ ചെല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞു. കാബം കാണുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എല്ലാ സമയത്തും തവാഫ് ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു. ഉംറൻ്റെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ തവാഫ് ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോഴോ മറ്റോ ഒക്കെ ആണെങ്കിൽ നേരെ ജമാഅത്ത് നിസ്കാരത്തിൽ കൂടാണ് വേണ്ടത്. പിന്നെ ഇൽത്തിബാ എന്ന് പറയുന്ന സാധനം പുരുഷന്മാരുണ്ട്. നമ്മളിപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു, അവർ ഇൽത്തിബാ സുന്നത്താണ്. ഒരു മേൽമുണ്ട് ധരിക്കൽ, അതിൻ്റെ ഒരു ചിത്രം ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അയാളുടെ, എല്ലാവർക്കും അറിയാത്, എല്ലാവരും പോയാലേക്കാർ, അല്ലെങ്കിൽ പോയാൽ കാണുമല്ലോ, വലത് ചുമലിൻ്റെ താഴെ കൂടെ എന്ത് ചെയ്യുക, ഇടത് ചുമലിൻ്റെ മേലിൽ കക്ഷത്തിലൂടെ, വലത് കക്ഷല്ല അതിൻ്റെ അടിയിൽ കൂടെ മുണ്ടിട്ടിട്ട് ഇടത് ചുമലിൽ ആ രണ്ട് തലയിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക. അപ്പോൾ എന്താവും, വലത് ചുമൽ പുറത്ത് കണ്ടുകൊണ്ടിരിക്കും, അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് സുന്നത്താണ്. തവാഫ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽബിയത്ത് വേണ്ട. അതുവരെ തൽബിയത്ത് ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുക, തൽബിയത്ത് ചൊല്ലിയിട്ടാണ് ഒരാൾ കാബയിലേക്ക് പ്രവേശിക്കുക, ബൈത്തുൽ ഹറാമിലേക്ക് പ്രവേശിക്കുക. തവാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണ്ട, തവാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആ രൂപം. അയാൾ വലത് ചുമൽ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ആണ് അയാളത് ധരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി തവാഫ് തുടങ്ങുന്ന വിഷയമാണ്, അതൊന്നും എടുത്തോളൂ. ഇതാണ് തവാഫിൻ്റെ രീതി. ഒരുപാട് ചിത്രങ്ങളിൽ കാണാം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. ഹജറുൽ അസ്വദ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതെ, ആ വട്ടത്തിൽ കാണുന്നതിൻ്റെ ഉള്ളിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അറബിയിൽ എഴുതിയിട്ടുണ്ട് ഹജറുൽ അസ്വദ്. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. മിക്കവാറും നമ്മൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൽ എടുക്കായിരിക്കും എന്നറിയോ, ആ റുക്കുനു ഷാമി റുക്കുനുൽ യമാനി എന്ന് പറയുന്ന രണ്ട്, റുക്കുന് എന്ന് പറഞ്ഞാൽ മൂല എന്നാണ്.
റുക്കുനു ഷാമി എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും. ഷാമിൻ്റെ ഭാഗത്തേക്കുള്ള മൂല, ആ ഭാഗത്താണ് ഷാം സ്ഥിതി ചെയ്യുന്നത്. സിറിയ മഗ്രിബ്. ഇപ്പുറത്ത് കാണുന്ന റുക്കുനുൽ യമാനിയാണ്, യമനിൻ്റെ ഭാഗത്തേക്കുള്ളത്. നമ്മളെ നാട്ടിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുന്ന മൂല അതാണ് റുക്കുനുൽ യമാനി. ഏകദേശം അവിടെയാണ് നമ്മൾ കയറുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നടന്ന് എടുക്ക് വരണം, ഈ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് വരണം. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കും. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്നാണല്ലോ, അതിൻ്റെ മുമ്പ് നിന്നാണ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദ് ആ ഏരിയ വര കണ്ടില്ലേ? ഹജറുൽ അസ്വദ് ഏരിയ വരൻ്റെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയാൽ ശരിയാവില്ല. ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ഒരു സമയത്ത് തുടങ്ങുന്ന സമയത്ത് മാത്രമേ കാബയിലേക്ക് മുന്നിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് മുന്നിടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ഇടത് വശം കാബയുടെ ഭാഗത്തേക്കായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഫുൾ 7 പ്രാവശ്യം നമ്മൾ ചുറ്റുമ്പോഴും ഇടത് വശം കാബയുടെ ഭാഗത്ത് വരണം. ഇത് നിർബന്ധം. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയൊക്കെ കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ പാടില്ല. ദ്വാരക്കാൻ വേണ്ടി നമ്മൾ കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കൂലേ? പക്ഷെ ഒരടി പോലും മുന്നോട്ട് നിൽക്കരുത്. കാരണം ഫുൾ ഇടതുവശത്തായിരിക്കണം കാബ. അപ്പോൾ ഒരാളെന്തോ തിരക്കിൽ പെട്ടിട്ട് ആയിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നോട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രാവശ്യത്തെ വട്ടം കൂട്ടൂല. 7 പ്രാവശ്യം കാബയെ ഇടതുവശത്താക്കിയിട്ട് തവാഫ് ചെയ്യാമെന്നതാണ്. ഇത് പല ആളുകൾക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അവർ ഈ കാബൻ്റെ വാതിലൊക്കെ കാണുന്നില്ലേ നിങ്ങളവിടെ? ആ ഹജറുൽ അസ്വദിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കാബൻ്റെ സ്വർണത്തിൻ്റെ വാതിൽ. ബാബുൽ കാബ എന്ന് എഴുതി കണ്ടില്ല അവിടെ? അങ്ങനെ ബാബുൽ കാബ, കാബൻ്റെ വാതിൽ. ആ കാബൻ്റെ വാതിലിൻ്റെ ഏകദേശം ബേക്കിലാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയും. ഇബ്രാഹിം നബിൻ്റെ മഖാമ്. നമ്മൾ തവാഫ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പിന്നിൽ നിന്നാണ് നിസ്കരിക്കുക, ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ. കാബൻ്റെ വാതിലിൻ്റെ ഏകദേശം തന്നെ നിങ്ങൾ കണ്ടോ ഹജറുൽ അസ്വദ് എന്ന് കണ്ടു. ബിദായത്തു തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്നാണ്. ഒരാളെ സഹായം ആവശ്യമാണ് തുടക്കത്തിലൊക്കെ, തവാഫിൻ്റെ തുടക്കത്തിൽ. ഈ ഗവൺമെൻറ്റിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ആളുകൾ വേണ്ട പോലെ പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ രീതി ഇങ്ങനെയാണ്. എങ്ങനെ? സുന്നത്തായ രീതി എന്താണെന്ന് ചോദിച്ചാൽ ഹജറുൽ അസ്വദിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും ഭാഗം കൊണ്ട് മുന്നിടുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം കൊണ്ട് മുഴുവനും ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ മുന്നിടുക? അതെങ്ങനെ മുന്നിടുക? ഹജറുൽ അസ്വദിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നിൽക്കുക, അതിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. ആ നിൽക്കാനും നേരം കിട്ടില്ല, നല്ല തിരക്കായിരിക്കും. ആ ഹജറുൽ അസ്വദിൻ്റെ ഇടത് ഭാഗമല്ലേ, ആ ഇടത് ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗം വരുന്ന നിലക്ക് നിൽക്കുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാലിപ്പോൾ ആ വര കാണുന്നില്ല, ഹജറുൽ അസ്വദ് എന്ന് എഴുതിയിട്ടുള്ള ആ വര സ്റ്റോപ്പാക്കിയോ ഷെയറിങ്? ഇനി ആഡ് ചെയ്യേണ്ട വെച്ചാൽ മതി. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തന്നാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. അത് ശരിക്കും നിങ്ങളേതെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ കാബൻ്റെ ചിത്രമൊക്കെ കണ്ട് മനസ്സിലാവും. അതായത് കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. ഹജറുൽ അസ്വദിന് എത്തുന്ന ആ സമയത്ത് കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക, ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. നിങ്ങൾ നിൽക്കേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ നേരെ നടുക്കല്ല. നിങ്ങളുടെ ശരീരം മുഴുവനായിട്ടും ഹജറുൽ അസ്വദിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ റുക്കുനുൽ യമാനിൻ്റെ ഭാഗത്ത് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഹജറുൽ അസ്വദ് മുഴുവനും നമ്മുടെ വലതുവശത്ത് വരണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തിരി. ഹജറുൽ അസ്വദ് മുഴുവൻ എന്ത് ചെയ്യണം? നമ്മുടെ വലതുവശത്ത് വരണം. ഹജറുൽ അസ്വദ് മുഴുവനും നമ്മുടെ വലതുവശത്ത് വരുന്ന നിലക്ക് എങ്ങനെ നിൽക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കാണുന്നില്ലേ, ആ ഹജറുൽ അസ്വദ് കണ്ടില്ലേ? മുഴുവനും വലതുവശത്ത് വരണം. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ നേരെയാക്കി ഇങ്ങനെ നടക്കുക. ഹജറുൽ അസ്വദ് കഴിയുന്നത് വരെ നേരെ
ആ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. ഹജറുൽ അസ്വദ് അവിടെ കഴിയുന്നതോട് കൂടി ഇടത് വശം കാബൻ്റെ ഭാഗത്തേക്ക് ആക്കുക. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ നിന്നാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഹജറുൽ അസ്വദിലേക്ക് ഇങ്ങനെ മുന്നിട്ട് കൊണ്ട് അല്പം ഇങ്ങനെ വലത്തോട്ട്, അല്പം ഇങ്ങനെ വലതുവശത്തേക്ക് ഇങ്ങനെ പോവാം. ഹജറുൽ അസ്വദ് അവിടെ കഴിയുന്നതോട് കൂടി ഇടതുവശം കാബൻ്റെ ഭാഗത്തേക്കാക്കുക. ഇനി മുഴുവൻ ഭാഗവും ഇടതുവശത്തേക്കാക്കി നടന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുന്നത്തിന് എതിരാണ്, സുന്നത്തല്ല എന്ന് മാത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഹജറുൽ അസ്വദിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഹജറുൽ അസ്വദ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ തവാഫ് ആരംഭിച്ചിരിക്കണം. ഹജറുൽ അസ്വദ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ തവാഫ് ആരംഭിച്ചിരിക്കണം. അങ്ങനെ 1 വട്ടം 2 വട്ടം 3 വട്ടം എന്ന രീതിയിൽ ചുറ്റുക. ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചിത്രത്തിൽ കാണുന്ന ആ സാധനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹജറുൽ അസ്വദ് കണ്ടു, അത് തൊട്ട് മുതലും ചുംബിക്കലൊക്കെ സുന്നത്താണ്. തിരക്കുണ്ടാകും, തിരക്കിന് കുഴപ്പമൊന്നുമില്ല, വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ തിരക്കാൻ പാടില്ല. തിരക്ക് വേണ്ടെന്നാണ് അപ്പോൾ നടക്കില്ല. അപ്പോൾ അത് തൊട്ട് ചുംബിക്കാൻ അവസരം വളരെ അപൂർവമായിരിക്കും. കാബൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രത്യേകിച്ചും തിരക്കാൻ പോകരുത്. പിന്നെ കാണുന്നത് മുൽത്തസം എന്ന് പറയുന്നതാണ്. എന്താ മുൽത്തസം എന്ന് പറഞ്ഞാൽ ആ കാബൻ്റെ വാതിലിൻ്റെയും ഈ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം. മുൽത്തസം എന്ന് പേര് പറയാനുള്ള കാരണം അവിടെ ദ്വാരിക്കുന്ന ആളുകൾ അവിടെ ഇങ്ങോട്ട് പറ്റിക്കൂടലാണ്. അവിടെ പ്രത്യേകം ദ്വാക്ക് ഇജാബത്തുള്ളൊരു സ്ഥലമാണ്. ഇൽത്തസം എന്ന് പറഞ്ഞാൽ അവിടെ പറ്റിക്കൂടി എന്നാണ് അർത്ഥം. അവിടെ ഇങ്ങോട്ട് നിർബന്ധമായിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ദ്വാരിക്കും. പക്ഷേ ഇടത് ഭാഗം മാറെടുത്തിട്ടോ, ഇടത് വശം ഫുള്ള് കാബൻ്റെ ഭാഗത്തേക്ക് തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താക്കണം, ഒരു 10 സെൻറ്റിമീറ്റർ പോലും നിങ്ങൾ നേരെ കാബയിലേക്ക് മുന്നിട്ട് കൊണ്ട് നടക്കാൻ പാടില്ല. നിങ്ങൾ ഇടത് വശം കാബയുടെ ഭാഗത്തേക്ക് നടക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ദ്വാരക്കാൻ വേണ്ടി കാബൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ 1 അടി പോലും മുന്നോട്ട് പോകരുത്. ആ ഇടത് വശം നിൽക്കുന്ന നിങ്ങൾ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കാബയിലേക്ക്. പിന്നെ 1 അടി പോലും മുന്നോട്ട് പോകാതെ ഇടത് വശം കാബൻ്റെ ഭാഗത്തേക്കാക്കി തവാഫ് തുടരുക. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതോ ഞാൻ പ്രത്യേകം പറയണത്, കാബയെ ഇടത് വശത്താക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന ഒരു സമയത്ത് പോലും കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാൻ പാടില്ല. നമ്മൾ തവാഫിൻ്റെ ഒരു 5 സെൻറ്റിമീറ്റർ പോലും കാബയിലേക്ക് തിരിഞ്ഞു നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഈ 7 പ്രാവശ്യവും ഇടത് വശം കാബയിലേക്കാക്കി തന്നെ നടക്കണം. 1 അടി മുന്നോട്ട് പോയി തിരക്കുണ്ട്, നമ്മൾ കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരോ തിരക്കിയിട്ട് 1 അടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആ 1 അടി പിന്നോട്ട് വെച്ചതിന് ശേഷം ഇടത് വശം കാബൻ്റെ ഭാഗത്തേക്കാക്കി നടക്കേണ്ടതാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ആ തവാഫ് കൂട്ടൂല. അപ്പോൾ 6 തവാഫേ ആവുള്ളൂ, 6 വട്ടേ ആവുള്ളൂ. പിന്നെ 1 വട്ടം കൂടി ഏറെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ മുൽത്തസം എന്ന് പറയുന്ന സാധനം കാണാം, അത് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുന്ന സ്ഥലം എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാബൻ്റെ വാതിലാണ്. കാബൻ്റെ വാതിലിൻ്റെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ, സ്ക്രീന് ഫുള്ളായിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞാൽ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമാണ് കാണാം. ഹത്തീം എന്നും പറയും. അവിടെ ഒരു വളച്ച് കെട്ടിയ സ്ഥലം ഉണ്ടാവും, 2-3 മീറ്റർ സ്ഥലമാണത്. അത് കാബൻ്റെ ഭാഗമാണ്. കാബൻ്റെ പുറത്തുകൂടെയാണല്ലോ തവാഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ തവാഫ് ചെയ്താൽ സ്വഹിയാവില്ല, ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആർക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ മോനിപ്പോൾ 1 മാസം മുമ്പ് ഉംറക്ക് പോയിരുന്നു. അവർക്ക് എല്ലാ അവസരവും കിട്ടി. ഹജറുൽ അസ്വദ് തൊട്ട് ചുംബിക്കാനും അവസരം കിട്ടി, മുത്താനും കിട്ടി. ഹിജർ ഇസ്മായിൽ നിന്നൊക്കെ നിസ്കരിക്കും. ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുക എന്നാൽ കാബൻ്റെ ഉള്ളിൽ നിസ്കരിക്കണ മാതിരിയാണ്. കാരണം അത് കാബൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഖുറൈശികൾ കാബ നിർമ്മിച്ചപ്പോൾ, അവർ പൊളിച്ച് നിർമ്മിച്ച സമയത്ത് അവർ ഏറ്റവും ശുദ്ധമായ പൈസ എടുത്തിട്ടാണ് കാബ നിർമ്മിച്ചത്. പലിശ സ്വത്ത് കൂട്ടിയിട്ടില്ല, അങ്ങനെ യാതൊരു വളരെ ശുദ്ധമായ പൈസ സമാഹരിച്ചിട്ടാണ് അവർ കാബ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഒരു അശുദ്ധമായ പൈസ ഉണ്ടാകാൻ പാടില്ല. നബിൻ്റെ കാലത്തിന് മുമ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ കാബ നിർമ്മിച്ചപ്പോൾ ആ പൈസ കൊണ്ട് അവർക്ക് കാബ ഫുൾ നിർമ്മിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, കാബൻ്റെ കുറച്ച് ഭാഗം തറമ്മലാണ് നിർത്തിയിട്ടു.
മേലോട്ട് പൊന്തിക്കാതെ. അപ്പോൾ ഈ ഹിജ്ർ ഇസ്മായിൽ കാരണം ഈ വട്ടം കാണുന്നില്ല നിങ്ങൾ ഈ ചിത്രത്തിൽ, അത് കാബയായിരുന്നു. ആദ്യം അവിടെ കാബ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഫുള്ളാക്കാൻ കഴിയാത്തതുകൊണ്ട് പൈസ ശുദ്ധമായ ശുദ്ധ ഹലാലായ പൈസ എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്തു, ആ തറയുടെ ബാക്കിയാക്കിയിട്ടു കാബൻ്റെ. ആ കാബൻ്റെ തറയാണ് ആ കാണുന്നത്. അപ്പോൾ കാബൻ്റെ പുറത്തുകൂടെ അല്ലേ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ തവാഫ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തുകൂടെ തന്നെ തവാഫ് ചെയ്യുക. അപ്പോൾ അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. കാബൻ്റെ വാതിൽ കഴിഞ്ഞു, ഹിജ്ർ ഇസ്മായിൽ കഴിഞ്ഞു. അവിടെ കാണാൻ ഒരു 3-3.5 മീറ്ററോളം കാബൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഏതായാലും ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കാൻ എൻ്റെ മോന് അവസരം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്തോ ഒരു തൗഫീഖാണ്. ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണാം റുക്കുനുൽ ഇറാഖി എന്ന് പറയുന്ന മൂല. അതിനപ്പുറത്ത് കാണാം മീസാബ് എന്ന് കണ്ടോ നിങ്ങൾ? മീസാബ് എന്ന് കണ്ടോ? സ്ക്രീൻ വലുതാക്കി വയ്ക്കാൻ മതി. അതാണ് കാബൻ്റെ സ്വർണ്ണപ്പാത്തി എന്ന് പറയുന്നത്. സ്വർണ്ണപ്പാത്തി. ആ സ്വർണ്ണപ്പാത്തിൻ്റെ മുന്നിൽ നിന്ന് ദുആക്ക് വല്ലാത്ത ഇജാബത്തുണ്ട്. കാബൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം അതിലൂടെയാണ് പുറത്തേക്ക് വരിക. ഇന്നലൊക്കെ മക്കയിൽ നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് വാർത്ത കണ്ടു. ആ സ്വർണ്ണത്തിൻ്റെ പാത്തിയാണ്. അത് നോക്കിയാൽ കാണാം. അവിടെ നിന്നൊക്കെ നമ്മൾ ദുആക്ക് പ്രത്യേക സുന്നത്തുണ്ട്. മൗദൂദാത്ത് കൊടുപ്പിക്കണേ, ദാഹജനം തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം ദുആക്കൽ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂല ഏതാണ്? റുക്കുന് ഷാമിയാണ്. ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന തൂണ് മൂല, കാബൻ്റെ മൂല. റുക്കിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങി വന്ന് അടുത്ത മൂല ഏതാണ്? റുക്കുനിൽ യമാനിയാണ്. അവിടെ നാണ്യം കാണിച്ചുകൊണ്ട് തൊട്ടിരിക്കലൊക്കെ സുന്നത്താണ്. കൈ ഇൻഷാ നമുക്ക് പറയാം. പിന്നെ കിസ്വ എന്ന് പറഞ്ഞാൽ കാബൻ്റെ വസ്ത്രം എന്നാണ്. അത് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കറങ്ങി ഹജറുൽ അസ്വദിനടുക്കെത്തുമ്പോൾ ഒരൊറ്റ പ്രാവശ്യമായി. അങ്ങനെ 7 പ്രാവശ്യം കാബയെ ഇടതുവശത്താക്കിയിട്ട് ചുറ്റുക എന്നതാണ്. അപ്പോൾ ഈ മത്താഫ് നേരെ അടിയിലുണ്ട്, 1-ാം നിലയിലുണ്ട്, പള്ളിൻ്റെ 2-ാം നിലയിലുണ്ട്, 3-ാം നിലയിലൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും അടിയിൽ കിട്ടിയാൽ കുറച്ച് കറങ്ങിയാൽ മതിയാവും, കൂടുതൽ എന്താവേണ്ടി വരില്ല, കറങ്ങേണ്ടി വരില്ല. അതേസമയത്ത് പള്ളിൻ്റെ മുകളിലാവുമ്പോൾ ഒരുപാട് കിലോമീറ്റർ കറങ്ങേണ്ടി വരും. പിന്നെയും അതിൻ്റെ 2-ാം നിലയിൽ ഒരുപാട് കറങ്ങേണ്ടി വരും. അപ്പോൾ അസുഖം മറ്റൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ വീൽ ചെയറിലാണ് ഉണ്ടാവുക. അവർ വീൽ ചെയറൊക്കെ പള്ളിൻ്റെ മുകളിലേ ഉണ്ടാവുള്ളൂ. ഇനി 250 നില മേപ്പെട്ടുണ്ടാക്കിയാലും അവിടെയൊക്കെ കാബൻ്റെ ചുറ്റുഭാഗത്തും കറങ്ങി തവാഫ് ചെയ്യാവുന്നതാണ്. പക്ഷെ എല്ലാവരും മത്താഫ് നിന്ന് തവാഫ് ചെയ്യാനാണ് പരമാവധി പരിശ്രമിക്കുന്നത് മാത്രം. ആദ്യത്തെ 3 പ്രാവശ്യത്തിൽ പുരുഷന്മാർ കാലടികൾ അടുപ്പിച്ച് വെച്ചിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 എണ്ണത്തിൽ അതിന് റംല് നടത്തം എന്ന് പറയും. ഒക്കെ സാധിക്കെങ്കിൽ ചെയ്യുക. ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സുന്നത്തുകളാണ്. അതുകൊണ്ടാണ് അതിന് വല്ലാതെ ഇങ്ങോട്ട് പറയാത്തത്. ഹജറുൽ അസ്വദ് ശബ്ദം ഉണ്ടാക്കാതെ ചുംബിക്കുക, അതിലേക്ക് മുന്നിടുക, അടുത്തിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഇടങ്ങാറാക്കരുത്. അതിനെ തൊട്ട് ചുംബിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ മേൽ നെറ്റി വെക്കുക, പല പ്രാവശ്യം നെറ്റി വെക്കുക, 3 പ്രാവശ്യം ചെയ്യുക, എന്നിട്ട് തവാഫ് തുടങ്ങുക. ഇതൊക്കെ സുന്നത്താണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് ഹജ്ജിൻ്റെ സീസണിലൊന്നും സാധിക്കില്ല. തീരെ തിരക്കുണ്ടാവില്ല എന്ന് കരുതിയിട്ടുള്ള രാത്രി 3 മണിക്ക് പോയാൽ അതിൽ ഏറ്റവും വലിയ തിരക്കായിരിക്കും. അപ്പോഴേക്കാൻ ഏറ്റവും വലിയ തിരക്കുണ്ടാവുക. അപ്പോൾ അതൊരു എന്തോ ഒരു സൗഭാഗ്യം കൊണ്ട് ഹജറുൽ അസ്വദൊക്കെ തൊട്ടുപിടിക്കാൻ കിട്ടിയാൽ സ്ത്രീകളൊന്നും ഏതായാലും ആ ഭാഗത്തേക്ക് പോകാനോ വേണ്ട. ഒക്കെ ഔറത്ത് വുളൂ മുറിയാനൊക്കെ കാരണമാകും. അപ്പോൾ വുളൂ മുറിയുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാൻ. ഇന്നത്തെ സമയം അവസാനിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുടെയും വുളൂ മുറിയാൻ പാടില്ലല്ലോ. ഫുൾ ശുദ്ധിയായിരിക്കണം. ഔറത്ത് വെളിവാകാനും പാടില്ല. ഔറത്ത് വെളിവാകുന്നതിൻ്റെ ഗൗരവം ഞാൻ പറഞ്ഞു. കാബ ഇടതുവശത്തേക്കാക്കി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. അല്ലെങ്കിൽ തവാഫ് സഹിയാവില്ല. തവാഫ് സഹിയായിട്ടില്ലെങ്കിൽ ഹജ്ജ് സഹിയാവില്ല, ഉംറ സഹിയാവില്ല. ഹജ്ജ് ഉംറയില്ലാതെ ഇമാം നബവി തങ്ങൾ പറഞ്ഞ മാതിരി ഹജ്ജ് ഉംറയില്ലാതെ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് പറഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വുളൂ മുറിയാന്നുള്ളതൊരു കാര്യമായൊരു സംഭവം ആയതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കൂടി കലർന്ന് നടക്കല്ലേ. അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. അർഹമർറാഹിമായ കാരുണ്യവാനായ തമ്പുരാനെ, നിൻ്റെ പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയി
നീ കൽപ്പിച്ച അമലുകളൊക്കെ പൂർണ്ണമായി നീ സ്വീകരിക്കുന്ന വിധത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ വിശുദ്ധമായ ഭൂമിയോടും അവിടുത്തെ അടയാളങ്ങളോടുമുള്ള മഹബ്ബത്ത് മരിക്കും വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർശിൻ്റെ ഉടമസ്ഥനായ തമ്പുരാനെ, സ്വർഗം ലഭിക്കുന്ന നിൻ്റെ പൊരുത്തം കിട്ടുന്ന മഖബൂലും അപൂർവമായ ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ. ഖബറിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തുനബിയുടെ ഹൗദുൽ കൗസർ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തുനബിൻ്റെ കൂടെ നരകം കാണാതെ സ്വർഗം കയറാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ മാതാപിതാക്കളും ഉസ്താദുമാർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഓരോ ദിവസവും എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. അവരെ പേര് പോലും ആവശ്യങ്ങൾ പോലും ഓർമ്മയില്ലാത്ത വിധം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവെ, അവരുടെ ഹലാലായ മുറാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ കാര്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ അസുഖങ്ങൾ ശിഫിയാക്കണേ തമ്പുരാനെ. മരണസമയം വരെ, മരിക്കുന്ന അവസാന ശ്വാസം വരെ ഞങ്ങളെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളെയും കണ്ണും കാതും ബുദ്ധിയും ഓർമ്മയും എല്ലാം നീ നിലനിർത്തി തരണേ റഹ്മാനെ. നീ നിലനിർത്തി തരണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.